ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയാ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു പകൽക്കാലം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ രാവിലെ ഇഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇഡലിയൊക്കെ ഒഴിച്ച് വെച്ച് ഇപ്പോൾ ഇനി വെന്തു, പാല് കാച്ചാൻ വെച്ചു, വെള്ളം കുടിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഡലിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ടിഫിൻ കൊടുത്തു വിടാൻ ഞാൻ ചിന്തിച്ച് ഇഡലിയും ചട്നിയുമാ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം ഞാൻ ഇവന് പോൾമോന് കൊടുക്കുന്നത് ഒരു പൗച്ചിൻ്റെ അകത്ത് ഞാൻ ചട്നി ഇട്ടിട്ട് ഒരു ഡബ്ബയ്ക്കകത്ത് അത് വെച്ച് കൊടുക്കും. എന്നിട്ട് അവൻ അവിടെ ചെന്നിട്ടത് പൊട്ടിച്ചൊഴിച്ച് കഴിക്കുക ചെയ്യുന്നത്. പക്ഷേ അതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടാണെന്നും അവൻ പറഞ്ഞ് എനിക്കങ്ങനെ വേണ്ട, എന്നും മസാല ഇഡലിയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ചിന്തിച്ചെന്നാൽ എഗ്ഗ് ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അത് പണ്ട് സ്ഥിരം പ്രൈസമ്മോന് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതായിരുന്നത്. അപ്പോൾ അതൊക്കെ അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചെന്നാൽ എഗ്ഗ് ദോശ ഇവർക്ക് 2 പേർക്കും ടിഫിന് എഗ്ഗ് ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അങ്ങനെ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഒത്തിരി, ഇപ്പോൾ ഒരു ദോശയ്ക്ക് ഒരു മുട്ട എന്ന രീതിയിലൊന്നും ഞാൻ ചെയ്യുന്നില്ല, അല്ലാതെ കുറച്ച് ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊന്ന് ദോശയൊന്ന് ഇട്ടിട്ട് അതിൻ്റെ മുകളിലിങ്ങനെ മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒരു മുട്ടയുടെ പകുതി ഒഴിക്കുന്നുള്ളൂ. അത് ഇച്ചിരി മുകളൊക്കെ ഒന്ന് ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ അത് തിരിച്ചിട്ട് കൊടുക്കും. എന്നിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഞാൻ ചിലപ്പം ചെയ്യും ദോശക്കല്ലിൽ തന്നെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ടൊമാറ്റോ സോസ് ഇച്ചിരി ഒഴിച്ചിട്ട് അതിനെ എടുത്തിങ്ങോട്ട് മാറ്റും. അതല്ല എങ്കിൽ ദോശ ഉണ്ടാക്കി മാറ്റി വെച്ചിട്ട് ചെയ്താലും മതി. ഇതിപ്പം ഞാൻ ദോശക്കല്ലിൻ്റെ മുകളിൽ തന്നെ വെച്ചങ്ങ് ചെയ്യും. പിന്നെ ചില സമയത്ത് ഞാൻ ഇതിൻ്റെ അകത്ത് ഇച്ചിരി പോളിന് സവാള എന്തെങ്കിലുമൊക്കെ ഇച്ചിരി അരിഞ്ഞ് റോൾ ചെയ്ത് കൊടുക്കും. ഇന്നൊന്നും ചെയ്തില്ല, ഇങ്ങനെ മാത്രമേ ചെയ്തുള്ളൂ. ഇച്ചിരി ടൊമാറ്റോ സോസ് മാത്രമേ തേച്ചുള്ളൂ. എന്നിട്ടത് റോൾ ചെയ്ത് അവർക്ക് കൊടുത്തു വിടും. കൊച്ചിനും അത് തന്നെ കൊടുക്കാമെന്ന് വെച്ച്. അപ്പം ബാക്കിയുള്ളവർക്കെല്ലാം ഇഡലിയും ചട്നിയും ഉണ്ടാക്കാം. പിന്നെ ഇഡലിയുടെ കൂടെ ഇഡലി വേണ്ടിയവർക്ക് ഇഡലി, ദോശ വേണ്ടിയവർക്ക് ദോശ, അങ്ങനെ രണ്ടും ഉണ്ടാക്കുന്നുണ്ട്. ഈ ടൊമാറ്റോ സോസ് ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് കൂടെ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ടൊമാറ്റോ സോസ് ചേർത്തത്. മയോണൈസ് ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ഇപ്പോൾ ഈ തണുപ്പായതുകൊണ്ട് മാവൊക്കെ ഒന്ന് പുളിച്ച് വരാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം നേരത്തെയൊക്കെ ഇടുന്ന മെഷർമെൻറ്റിൽ തന്നെ ഇപ്പോഴും ഇടുന്നത്. അന്നൊക്കെ ആണെങ്കിൽ നന്നായി പുളിച്ച് നല്ല ഇതാവുമായിരുന്നു. പക്ഷേ ഇപ്പം കാരണം ദോശയ്ക്ക് കുഴപ്പമില്ല, അതേ മാവ് കൊണ്ട് ഇഡലി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും അത്ര അങ്ങോട്ട് സോഫ്റ്റ് ആയിട്ട് വരുന്നില്ലെന്ന്. കാരണം പണ്ടൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു, ചിലവ് പറയത്തില്ലേ ഞങ്ങൾ മാവ് പുളിക്കുന്നില്ല, തണുപ്പ് സ്ഥലമാണെന്നൊക്കെ. പക്ഷേ എനിക്ക് ഇപ്പോഴും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് വന്നിട്ടുള്ളത്. അല്ലാതെ അരച്ച് വെച്ചാൽ നന്നായിട്ട് പുളിച്ചൊക്കെ വരും, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇന്ന് അതുകൊണ്ടുകൂടാ ഞാനിപ്പോൾ അങ്ങ് ദോശ ഉണ്ടാക്കാൻ കാര്യം. കാരണം ആദ്യത്തെ ട്രിപ്പ് ഇഡലി ഉണ്ടാക്കിയുണ്ടെങ്കിൽ സോഫ്റ്റാണ്, പക്ഷേ അത്രയ്ക്ക് അങ്ങ് പഞ്ഞി പോലെ ആയില്ല, കഴിക്കാവുന്ന ഇതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങ് ദോശ ഉണ്ടാക്കി. ഇനിയിപ്പം പോൾമോൻ പോയി, അവനുള്ള എല്ലാം റെഡിയാക്കി കൊടുത്തിട്ട് അവൻ പോയി. ഇപ്പം ഡാഡിക്കുള്ള ദോശ എടുത്തിട്ടുണ്ട്, ഇഡലി എടുത്തിട്ടുണ്ട്. രാവിലത്തേക്ക് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് റേച്ചാൻ മധുരക്കിഴങ്ങ് കൊണ്ടുവന്നിട്ട് 2-3 ദിവസമായി. അതുണ്ടാക്കാൻ പറ്റിയില്ല എനിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതിനു മുമ്പ് കൊണ്ടുവന്ന സമയത്തൊക്കെ പലർക്കും വയ്യാതൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പം ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് അതും എനിക്കും ഇഷ്ടമാണ്, പോൾമോനും ഇഷ്ടമാണ്, ഡാഡിക്കും ഇഷ്ടമാണ്. അപ്പോൾ ഉച്ചയ്ക്കിപ്പം ഞങ്ങൾ 3 ഉള്ളു. ഡാഡി എടുത്ത് ഡാഡി പറഞ്ഞ് ഉച്ചയ്ക്ക് ഡാഡിക്കും അത് മതി. അപ്പം ഞാൻ ചിന്തിച്ചെന്നാൽ മധുരക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഉച്ചയ്ക്ക് അതാക്കാമെന്ന്. അതിന് ഞാൻ കുറച്ച് കൊച്ചുള്ളിയാണ് സാധാരണ ഇതിന് വേണ്ടിയത്. ഞാൻ കുറച്ച് സവാള അരിഞ്ഞ്, ഈ ഡാഡിക്കും സവാള ഉള്ളി അത്ര ഇഷ്ടമല്ല, മുളകും ഇഷ്ടമല്ല. പക്ഷേ എനിക്കിത് നേരെ തിരിച്ച, പോളിന് മുളക് വേണ്ട, ഉള്ളി അവന് കൂടുതൽ വേണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒരു പച്ചമുളക് ഇട്ട് അത് ഞാനിങ്ങെടുക്കും. എന്നിട്ട് 1 ടേബിൾ സ്പൂണോളം ഇച്ചിരി വിനെഗർ കൂടെ ഒഴിച്ച്, പച്ചവെള്ളമാണ് ഞാൻ ഒഴിച്ചത്, ഉപ്പും പച്ചവെള്ളം, പിന്നെ വെളിച്ചെണ്ണ. ഇതിനാണ് ഞങ്ങൾ ഉപ്പ് നീരെന്ന് പറയുന്നത്. ഇത് ഇതിൻ്റെ അകത്ത് മുക്കിയാണ് നമ്മൾ ഈ മധുരക്കിഴങ്ങ് കഴിക്കുന്നത്. സാധാരണ മധുരക്കിഴങ്ങ് സ്കിന്ന് നന്നായി കഴുകിയിട്ടങ്ങ് മുറിച്ചിട്ട് കഴിക്കാൻ നേരമാണ് മിക്ക ആൾക്കാരും അതിൻ്റെ സ്കിന്നെടുത്ത് കളയുന്നത്. പക്ഷേ ഇവിടെ എനിക്കും അതിനോട് അത്ര ഇതില്ല. കാരണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്കിന്നൊക്കെ എടുത്ത് കളയാൻ അതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞ് ഞാൻ അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞിട്ടാണ് അത് പുഴുങ്ങുന്നത്. അത് പോളിനും ഇഷ്ടമല്ല, അന്നേരം എടുത്ത് കളയുന്നത് അവനും താല്പര്യമില്ല.
ഇല്ല നല്ല ഇതോട് കഴിക്കുന്ന വലിയ ആക്രാന്തത്തോടെ കഴിക്കുന്നുണ്ടെങ്കിൽ സ്കിന്നൊക്കെ എടുത്ത് കളയാൻ മെനക്കേടല്ലേ. അപ്പം ഡാഡിക്ക് ഞാൻ കൊടുക്കാൻ പോവാ. ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. ഒരു പ്രാവശ്യം ഞാൻ മീൻകറി വെച്ചോണ്ടേ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയായി പറയുന്നത്. കപ്പ കിട്ടാഞ്ഞ് കപ്പ കൊതിയായതുകൊണ്ട് സ്വീറ്റ് പൊട്ടറ്റോയും കൊണ്ട് ഞാൻ കപ്പ വേവിച്ചതുപോലെ സ്വീറ്റ് പൊട്ടറ്റോയും കൊണ്ട് ചെയ്ത് അങ്ങനത്തെ വേന്ദ്രത്തിയാണ് ഞാൻ. നന്നായി വെന്ത് നല്ല ഇതായിട്ടുണ്ട്. എനിക്കിങ്ങനെ ഇച്ചിരി വേവുന്നതാണ് ഇഷ്ടം. ഇതെന്ന് പറയുന്നത് 31 രാത്രി ഓൾ നൈറ്റ് എന്ന് പറഞ്ഞാൽ 11 മണി തൊട്ട് 1 മണി വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ഞാനൊരു ഇച്ചിരി ഷോട്ട് എടുത്തതാണ്. അത് സാറ്റർഡേ ആയിരുന്നല്ലോ അന്ന്. പിന്നെ അത് കഴിഞ്ഞ് സൺഡേ മീറ്റിംഗും ഉണ്ടായിരുന്നു. അന്നൊക്കെ എനിക്ക് വയ്യാതിരിക്കുന്ന സമയമായിരുന്നു. അന്നത്തെ വീഡിയോ ഞാനിപ്പോൾ അത്രയും കാണിച്ചത്. ഉച്ചയ്ക്ക് സ്വീറ്റ് പൊട്ടറ്റോ ആയിരുന്നല്ലോ. പിന്നെ വൈകിട്ടത്തേക്കിന് പിന്നെ കൂട്ടാനും കറിയും ഒന്നും ഉണ്ടാക്കിയില്ലല്ലേ. ചോറ് ഞാൻ അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പുറത്ത്. അപ്പം ഈ പൊന്തങ്കായ ഉണ്ടല്ലേ, അത് ഉണ്ടായിരുന്നു. അത് തോരൻ വയ്ക്കാമെന്ന് വെച്ച്. അത് ഇവിടെ ചിലർ കൂട്ടത്തില്ല, ചിലർ കൂട്ടും, അങ്ങനെയൊക്കെയാണ്. പക്ഷേ വേറൊന്നും അങ്ങനെ പെട്ടെന്നുണ്ടാക്കാനായിട്ട് അരിയാനായിട്ട് ഇതാകുമ്പം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്നൊരു കൂട്ടാനാണ്. അല്ലാതെ ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കാനൊന്നും സമയമില്ലായിരുന്നു. അപ്പോൾ ആദ്യം കുറച്ച് പച്ചമുളകും ആദ്യം ഇച്ചിരി കടുകിട്ട് പൊട്ടിച്ചിട്ട് സവാളയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ട് ഒരു 2-3 വെളുത്തുള്ളിയും കൂടെ ഒന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് തേങ്ങ ക്രഷ് ചെയ്തിട്ട് പിന്നെ ഇതിട്ടാൽ ഒരു ആവി കയറിയാൽ മതി. ഈ തോരൻ പെട്ടെന്ന് നമുക്ക് വെക്കാവുന്ന ഒരു കൂട്ടാനാണ് കാത്തോരൻ. എനിക്ക് ഈ കാത്തോരനൊക്കെ ഇത്തിരി ഒരിളം മധുരം, ഇച്ചിരി നല്ല മുറ്റിയ കായ ഉണ്ടല്ലേ, അപ്പോൾ അതൊരു ഇച്ചിരി മധുരം കാണുമല്ലേ, അങ്ങനെയുള്ള തോര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ റീച്ച നേരെ റീച്ചാൻ ഒരു ഇച്ചിരി മധുരത്തിൻ്റെ ഇതുണ്ടെങ്കിൽ റീച്ചാന് താല്പര്യമല്ല. ഈ മത്തങ്ങാക്കറി പോലും അതുകൊണ്ടാണ് വേണ്ടാന്ന് പറയുന്നത്. എനിക്ക് പക്ഷേ ഇത്തിരി ഈ ചക്കയൊക്കെ വേവിച്ചാൽ ഇച്ചിരി പുളിപ്പൻ ചക്ക വേവിച്ചത് നല്ല ടേസ്റ്റാണ് എനിക്ക് അങ്ങനെ ഉള്ളത് കഴിക്കാൻ, ഒരു സ്വല്പം മധുരം ചേർന്നത്. അപ്പം ഞാൻ ഈ തേങ്ങയൊക്കെ ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് പോയി ഇച്ചിരി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഈ ചെറുതായിട്ട് അരിഞ്ഞ് ചെറിയ പീസായിട്ടാണ് ഞാൻ അരിഞ്ഞേക്കുന്നത്. ആദ്യം ചിന്തിച്ചതെന്നങ്ങ് മെഴുക്കോരട്ടാണ്. പിന്നെ ചിന്തിച്ചു മെഴുക്കോരട്ടിയാ ഇളക്കാൻ ആർക്കും മെഴുക്കോരട്ടിയോട് അത്ര താല്പര്യമല്ല, എന്നാലും ഞാനൊരു തോരൻ വെക്കണം. അതുകൊണ്ട് ഞാൻ പിന്നെ ചിന്തിച്ചെന്നങ്ങ് തോരൻ വയ്ക്കാമെന്ന്. ഒരു സ്വല്പം വെള്ളം തേങ്ങ ഒന്ന് അതിൻ്റെ അകത്തൊക്കെ ഇച്ചിരി ഒന്ന് ഇരിപ്പുണ്ടായിരുന്നു. ആ തേങ്ങ ഒന്ന് വരാൻ വേണ്ടി ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചതേ ഉള്ളൂ. അല്ലെങ്കിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് ഏത്തക്കയാണെങ്കിൽ ഇച്ചിരി ഒരു സ്വല്പം വെള്ളം ഒഴിക്കാം, പക്ഷേ ഇതിനൊട്ടും ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ തേങ്ങ അത്രയും കളയേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ ഇച്ചിരി ഒഴിച്ചതാണ്. അപ്പോൾ ഇത് നന്നായി ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒതുക്കി വെച്ചാൽ മതി. എന്നിട്ട് തീ ഏറ്റവും കുറച്ചിട്ടാൽ മതി. ഒരാവി കയറുമ്പോഴത്തേന് അതങ്ങ് വേവും. എന്നിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാൻ ചില സമയത്ത് വെന്ത് കഴിഞ്ഞ് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. അന്നേരം ഒരു പ്രത്യേക ടേസ്റ്റ്, ആ പച്ച വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അത് കഴിഞ്ഞ് കറി വയ്ക്കാൻ കുറേ നാളായി രസം വെച്ചിട്ട്. ഇപ്പോൾ എല്ലാവർക്കും ഇച്ചിരി ചുമയും അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുമല്ലേ, തണുപ്പ് സമയത്ത് ഇത്തിരി രസമൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. അന്നേരം എൻ്റെ കയ്യിൽ പിഴുപുളി ഇല്ലായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞിടെ പിഴുപുളി മലയാളിക്കടയിൽ പോയി വാങ്ങിച്ച്, അതുകൊണ്ടാണ് ഞാൻ. അല്ലെങ്കിൽ രസം മിക്കവാറും ഇവിടെ വെക്കുന്നതാണ്. ഇവിടെ ഇഷ്ടമാണ്, പോൾമോനും റീസമോനും എല്ലാവർക്കും ഇഷ്ടമാണ് രസം. പുളിയുടെ ഇതേ ഉള്ളൂ, അല്ലെങ്കിൽ മെനക്കേടുന്നല്ലോ. ഒരിടയ്ക്ക് പിന്നെ പുളിയുള്ളപ്പം കുരുമുളകില്ലായിരുന്നു. അപ്പം ഞാനിതൊന്ന് നന്നായി പുളിയൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, പുളിവെള്ളം. അപ്പം കുരുമുളക് ക്രഷ് ചെയ്തിടുന്നതാണ് നല്ലത്. പക്ഷേ എൻ്റെ ഈ ക്രഷ് ചെയ്തിടയില്ല, ഉള്ളത് ഞാനങ്ങ് പൊടിച്ച്. അപ്പോൾ അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കും. ഇതും വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്ന ഒരു കറിയാണ് രസം. അപ്പോൾ ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു സവാളയും ഒരു കഷ്ണം ഇഞ്ചിയും അതൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഒരു ഇച്ചിരി കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അത് അവിടെ ഇരുന്ന് തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്കിത് ആ ഉള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം. ഒരു സ്വല്പം ഉലുവാപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ഉലുവാപ്പൊടിയും 1/4 ടീസ്പൂണോളം കായപ്പൊടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇച്ചിരി നേരം കുറേ നേരം ഇട്ടങ്ങ് തിളപ്പിക്കും, ആ കുരുമുളകിൻ്റെയൊക്കെ സത്വം ഇറങ്ങാൻ വേണ്ടി. ചിലപ്പോൾ ഊറ്റുമായിരുന്നു. ഇന്ന് പക്ഷേ ഞാൻ ഊറ്റാനൊന്നും നിന്നില്ല, ആ പൊടി തന്നെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇരുന്ന് ഇത് രസം തിളയ്ക്കാറായി. അപ്പോൾ അതിലേക്ക് അവിടെ സവാളയൊക്കെ ഞാൻ അരിഞ്ഞെടുത്തായിരുന്നു. ഈ രസത്തിലേക്ക് ഒരു പിഞ്ച് ജീരകപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ കടുക് വറുക്കാൻ നേരം ഇച്ചിരി കടുകും ഒരു നുള്ള് ജീരകവും ഇട്ടായിരുന്നു. എന്നിട്ട് ആ സവാള എല്ലാം കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പം അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തത്, അതുകൂടെ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നേരത്തെ കുറച്ച് മീൻകറി ഉണ്ടായിരുന്നു. അപ്പോൾ രസവും കാത്തോരനും മീൻകറിയും നല്ല കോമ്പിനേഷനാണ് അല്ലേ. അപ്പം വൈകിട്ട് ഇതെല്ലാം ഇനിയുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.